ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നിരഞ്ജന. ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശൂന്യവേളയും ധനാഭ്യർത്ഥന ചർച്ചയും ഉൾപ്പെടെ സഭാ നടപടികളെല്ലാം ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. സാധാരണ നിലയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിക്കുമ്പോഴുള്ള വാഗ്വാദമോ വാക്കൌട്ടോ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇന്നുണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ സംസാരിക്കവേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിഷേധം അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തുടർന്നും സഭാ നടപടികളോട് സഹകരിക്കുന്ന കാഴ്ചയാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. 2 ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങളും സംസ്ഥാനത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ട 10 ഉപക്ഷേപങ്ങളും ഇന്ന് സഭ പരിഗണിച്ചു. ലിസ്റ്റ് 1, 2 പ്രകാരമുള്ള കടലാസുകൾ മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെച്ചു. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ LDF സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ധനസഹായ വിതരണം 3 മാസമായി മുടങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച ചർച്ച ചെയ്യണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം. ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി VD സതീശൻ ഒരു തയ്യാറെടുപ്പും നടത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് LDF സർക്കാർ നടപ്പാക്കിയ തട്ടിക്കൂട്ട് പദ്ധതിയാണിതെന്ന് വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയ മാർച്ച് 16-നാണ് പദ്ധതിയുടെ ആദ്യ ധനസഹായ വിതരണം നടത്തിയത്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പരാതിയുണ്ടെന്നും ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റിൽ 1770 കോടി രൂപ ഈ പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും എന്നാൽ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ പദ്ധതി പുനരാരംഭിക്കൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സാമൂഹിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി LDF സർക്കാർ ആവിഷ്കരിച്ചതെന്ന് AC മൊയ്തീൻ അവകാശപ്പെട്ടു. പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. മറ്റു പല വിഷയങ്ങളിലും അതിവേഗം തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാലതാമസം വരുത്തുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. പദ്ധതിയെ തകർക്കാനാണ് ശ്രമമെന്നും 16 ലക്ഷത്തോളം വീട്ടമ്മമാരുടെ കണ്ണീര് കാണാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും AC മൊയ്തീൻ ആരോപിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ചു. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 2500 രൂപ പെൻഷൻ പോലും നടപ്പാക്കാതെയാണ് പിണറായി സർക്കാർ ഇറങ്ങിപ്പോയത്. UDF സർക്കാരാകട്ടെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച KSRTC സൗജന്യ യാത്രാ പദ്ധതി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളോടുള്ള സ്നേഹം ഇപ്പോൾ പറയുന്ന LDF സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ഠനം ചെയ്ത് സമരം നടത്തിയ ആശാവർക്കർമാരെ സഹായിക്കുന്നതിന് പകരം പാട്ടുപെറുക്കുകൾ എന്ന് പരിഹസിച്ചത് കേരളം മറന്നിട്ടില്ല. ആശാപ്രവർത്തകർക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു നൽകിയത് ഈ സർക്കാരാണെന്നും VD സതീശൻ ഓർമ്മിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയില്ല. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. അതീവ നിർഭാഗ്യകരമായ നിലപാടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്നതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റു പെൻഷനുകളോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. തോന്നിയവർക്കാണ് സഹായം നൽകുന്നതെന്ന വാചകം ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ടതല്ലെന്നും പദ്ധതി തുടരുന്നതിനുള്ള വിയോജിപ്പ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കുന്നത് സംബന്ധിച്ച് തോമസ് ഉണ്ണിയാടൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രകാരം ഇലക്ട്രിക് വാഹനം ഉൾപ്പെടെ എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമറ്റ് നിർബന്ധമാണെങ്കിലും 250 വാട്ട്സിന് താഴെ പവറും 25 കിലോമീറ്റർ സ്പീഡുമില്ലാത്ത വാഹനങ്ങളെ നോൺ മോട്ടോർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മറുപടി നൽകി. ഇത്തരം വാഹനങ്ങൾക്ക് ഹെൽമറ്റോ ഇൻഷുറൻസോ ആവശ്യമില്ല. അതിനാൽ ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ചട്ടനിർമ്മാണ അവകാശം വിനിയോഗിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ BJP അംഗം V മുരളീധരനാണ് രണ്ടാമത്തെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ മറുപടി നൽകി. ചികിത്സാ പിഴവുകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സർജിക്കൽ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത് ഉൾപ്പെടെ സർക്കാർ
സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈച്ചകൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് പകരം കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം ഏർപ്പെടുത്തുക, രോഗികളുടെ മുറിവുകൾ ശ്രദ്ധാപൂർവം പരിചരിക്കുക തുടങ്ങിയ കാര്യങ്ങളും നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ അനുഭവസമ്പന്നരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അവരുടെ ശുപാർശകളനുസരിച്ച് ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ സഭയിൽ ഉറപ്പു നൽകി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ പ്രവീൺ കുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിലൂടെ 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷത്തേക്കാണ് കിട്ടുക. 900 കോടിയിൽ പരം രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കുക. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഈ തുക കിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാൻ നിർബന്ധിതമായതും ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളിന് 1 കോടി രൂപയാണ് ലഭിക്കുകയെന്നും ഉഷ വിജയന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. തദ്ദേശ സ്വയംഭരണ ബ്ലോക്കുകളിൽ ഒരു എലിമെന്ററി സ്കൂളും സെക്കൻഡറി സ്കൂളുമാണ് PM ശ്രീ പദ്ധതിക്കായി തെരഞ്ഞെടുക്കേണ്ടത്. 40% കേരളവും 60% കേന്ദ്രവുമാണ് നൽകേണ്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്ത 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 എണ്ണത്തിന്റെ നിർമ്മാണം മന്ദഗതിയിലാണെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ നിയമസഭയെ അറിയിച്ചു. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഊരാളുങ്കൽ സൊസൈറ്റി നടത്തുന്ന പ്രവൃത്തികളുടെ ഗുണനിലവാര പരിശോധന കർശനമായി തന്നെ സർക്കാർ പാലിക്കുന്നുണ്ട്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണനിലവാര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതികൾ ലഭിച്ചാൽ അതിൽ കൃത്യമായ അന്വേഷണം നടത്തും. ഇതിനു പുറമെ സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്ന പ്രവൃത്തികളിൽ പ്രദേശവാസികളായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിലും ആവശ്യമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വിശദമാക്കി. സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റുന്നതിനായി കെട്ടിക്കിടക്കുന്ന 2 ലക്ഷത്തിലധികം അപേക്ഷകളിൽ പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ വിവിധ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 25,000 അപേക്ഷകളിൽ എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കാൻ നടപടി സ്വീകരിക്കും. ഇതിനായി ജില്ലാ തലങ്ങളിൽ പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക കമ്മീഷനെ നിയമിക്കും. റവന്യൂ വകുപ്പിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റവന്യൂ മന്ത്രി സഭയെ അറിയിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 1550 വില്ലേജുകളിൽ 839 ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തുടക്കമായിട്ടുണ്ടെന്ന് മറ്റൊരു ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. ഇതുവരെ 10.42 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചു. റവന്യൂ രേഖകളും ഡാറ്റകളും അതീവ സുരക്ഷിതമായാണ് സൂക്ഷിക്കുന്നത്. ഡിജിറ്റൽ സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിനായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പര്യാപ്തമായ +1 സീറ്റുകൾ ലഭ്യമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1 സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇവിടങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. മുൻ സർക്കാരിന്റെ കാലത്ത് +1 സീറ്റുകളുടെ കാര്യത്തിൽ ജില്ലാ തലത്തിലുണ്ടായിരുന്ന അസന്തുലിതാവസ്ഥ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയും അടിസ്ഥാനമാക്കി സീറ്റുകളുടെ ആവശ്യകത വിലയിരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് +1 പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 20 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം അൻവർ സാദത്താണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. CPM അംഗം AC മൊയ്തീന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്.